ഹലോ ഓൾ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2021-22 വർഷങ്ങളിൽ നടന്ന ഡിപ്ലോമ എക്സാമിനേഷൻ്റെ അപ്ലൈഡ് ഫിസിക്സ് എന്ന പേപ്പറിലെ 1-2 മൊഡ്യൂളായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ആണ്. നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 3 പാർട്ടായിരിക്കും ഉണ്ടാവുക. അതിൽ പാർട്ട് എയിൽ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ അറ്റൻഡ് ചെയ്യണം. 1 വേർഡായിട്ടോ അല്ലെങ്കിൽ 1-2 സെൻറ്റൻസിൽ എഴുതാനുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ഒരു സെക്ഷനിൽ നമുക്ക് ചോദിക്കാൻ സാധ്യത. സോ നമുക്ക് ഓരോ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും വെച്ചിട്ട് ഡിസ്കസ് ചെയ്ത് പോവാം. ഇതിപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2021 നവംബറിൽ നടന്നിട്ടുള്ള എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ്. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ എന്താണെന്നും അതിൻ്റെ ആൻസർ എന്താണെന്നും ഡിസ്കസ് ചെയ്ത് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട്, ദ സ്റ്റാൻഡേർഡ് യൂസ്ഡ് ഫോർ ദ സ്പെസിഫിക്കേഷൻ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് കോൾഡ്. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ക്വാണ്ടിറ്റി അല്ലെങ്കിൽ സ്റ്റാൻഡേർഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ യൂണിറ്റ്സ് എന്നായിരിക്കും വരിക. ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് 2 വെക്ടേഴ്സ് എ ആൻഡ് ബി ആർ ഇൻ ദ സെയിം ഡയറക്ഷൻ ദെൻ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദെയർ റിസൾട്ടൻറ്റ് ആർ ഈക്വൽ ടു. നമുക്ക് 2 വെക്ടേഴ്സ് തന്നിട്ടുണ്ട്, വെക്ടർ എയും വെക്ടർ ബിയും. പിന്നെ തന്നിട്ടുള്ള കണ്ടീഷൻ ഈ 2 വെക്ടേഴ്സും സെയിം ഡയറക്ഷനിലാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് റിസൾട്ടൻ്റ് എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഞാൻ ക്ലാസ്സിൽ എടുത്തിട്ടുള്ളതാണ്. 2 വെക്ടേഴ്സ് സെയിം ഡയറക്ഷൻ ആണെങ്കിൽ അതിൻ്റെ റിസൾട്ടൻ്റ് കാണാൻ ആർ ഈക്വൽ ടു വെക്ടർ എ പ്ലസ് വെക്ടർ ബി എന്നാണ് ആൻസർ വരിക കേട്ടോ. ആർ ഈക്വൽ ടു വെക്ടർ എ പ്ലസ് വെക്ടർ ബി എന്നായിരിക്കും ആൻസർ വരിക. ഇത് സെയിം ഡയറക്ഷനിലാണെങ്കിൽ. ഇനി ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ എന്താ ആൻസർ വരുന്നത്? ആർ ഈക്വൽ ടു എന്താ ആൻസർ വരിക? വെക്ടർ എ മൈനസ് വെക്ടർ ബി ആയിരിക്കും കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, 2 വെക്ടേഴ്സ് സെയിം ഡയറക്ഷനിലാണെങ്കിൽ അവരുടെ റിസൾട്ടൻ്റ് ആർ ഈക്വൽ ടു എ പ്ലസ് ബിയും, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ അവരുടെ റിസൾട്ടൻ്റ് ആർ ഈക്വൽ ടു എ മൈനസ് ബിയും ആയിരിക്കും. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ, ഇൻ ദ കേസ് ഓഫ് എർത്ത് റിവോൾവിംഗ് അറൗണ്ട് ദ സൺ ദ സെൻട്രിപിറ്റൽ ഫോഴ്സ് ഫോർ സർക്കുലർ മോഷൻ ഈസ് പ്രൊവൈഡഡ് ബൈ. നമ്മുടെ ഭൂമി സൂര്യനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ആ കണ്ടീഷനിൽ അതൊരു സർക്കുലർ മോഷൻ ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന സെൻട്രിപിറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരായിരിക്കും? എങ്ങനെയാണ് അവിടെ ഒരു സെൻട്രിപിറ്റൽ ഫോഴ്സ് ഉണ്ടാവുന്നത് എന്നാണ് ചോദ്യം. ഇതിന് ആൻസർ എന്താണെന്ന് വെച്ചാൽ, ദ അട്രാക്ഷൻ ഗ്രാവിറ്റേഷൻ ബിറ്റ്വീൻ എർത്ത് ആൻഡ് സൺ ആണ് കേട്ടോ. ദ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് സൺ എന്നാണ് അവിടെ ആൻസർ വരുന്നത്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാൽ, ദ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ തിൻ യൂണിഫോം റോഡ് ഓഫ് ലെങ്ത് എൽ ആൻഡ് മാസ് എം എബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ഇറ്റ്സ് സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് ലെങ്ത് ഈസ്. നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയുടെ ഇക്വേഷനാണ്. നമുക്കൊരു കണ്ടീഷൻ തന്നിട്ടുണ്ട്, ഇത് തിൻ യൂണിഫോം റോഡാണ്, അതിൻ്റെ ലെങ്ത്ത് സ്മോൾ ലെറ്റർ എല്ലും മാസ് ക്യാപിറ്റൽ ലെറ്റർ എമ്മും ആണ്. അപ്പോൾ ഒരു തിൻ യൂണിഫോം റോഡിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? I ഈക്വൽ ടു 1/12 ml² ആണ്. I ഈക്വൽ ടു 1/12 ml² ആണ് കേട്ടോ. നമ്മളൊരു 5 ഷേപ്പിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കാണാൻ, തിൻ യൂണിഫോം റോഡ്, ഡിസ്ക്, റിങ്, ഹോളോസ്ഫിയർ, സോളിഡ് സ്ഫിയർ എന്ന് പറഞ്ഞാൽ ഒരു 5 ഷേപ്പും അതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കാണാനുള്ള ഇക്വേഷൻസും നോട്ടിൽ എഴുതിയിട്ടുള്ളതാണ്, പഠിക്കുക കേട്ടോ. ഇങ്ങനെയാണ് ഇതിൽ 4 ക്വസ്റ്റ്യൻ നമ്മുടെ 1-2 മൊഡ്യൂളായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഈ ഒരു 4 ക്വസ്റ്റ്യനാണ് ഈ സെക്ഷനിൽ വന്നിട്ടുള്ളത്, പാർട്ട് എയിൽ വന്നിട്ടുള്ളത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പാർട്ട് ബിയിലേക്ക് പോവാം. പാർട്ട് ബിയിലേക്ക് വന്നാൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ, ഡ്രോ എ ഡയഗ്രാം ടു ഇല്ലുസ്ട്രേറ്റ് ദ പാരലോഗ്രാം ലോ. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് പാരലോഗ്രാം ലോ സ്റ്റേറ്റ് ചെയ്യാനും ഈ ലോ ഇല്ലുസ്ട്രേറ്റ് ചെയ്യാനുള്ള ഡയഗ്രാം വരയ്ക്കാനുമാണ്. ശ്രദ്ധിക്കുക, നമ്മൾ ചിത്രം വരയ്ക്കണം, ലോ എന്താണെന്ന് സ്റ്റേറ്റ് ചെയ്യാൻ വേണം. നോട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. വെക്ടേഴ്സ് എന്നുള്ള സെക്ഷനിൽ വരുന്നതാണ് ഈ ഒരു ഭാഗം. വെക്ടേഴ്സ് എന്നുള്ള സെക്ഷനിലാണ് നമ്മൾ പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷനും ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷനും ഒക്കെ പറഞ്ഞിട്ടുള്ളത്. നമുക്കിതിൻ്റെ ആൻസർ എന്താണെന്ന് നോക്കാം. പാരലോഗ്രാം ലോ എന്താ സ്റ്റേറ്റ് ചെയ്യുന്നത്? പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ സ്റ്റേറ്റ് ദാറ്റ് ഇഫ് 2 വെക്ടേഴ്സ് ആർ റെപ്രസെൻറ്റഡ് ബോത്ത് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ബൈ ദ അഡ്ജസൻറ്റ് സൈഡ്സ് ഓഫ് എ പാരലോഗ്രാം drawn from a point, then the resultant vector is represented both in magnitude and direction by the diagonal of the parallelogram പാസിങ് ത്രൂ ദ പോയിന്റ്. നമ്മൾ 2 വെക്ടേഴ്സ് കൺസിഡർ ചെയ്യുക. ഒന്ന് വെക്ടർ എ ആയിട്ടും ഒന്ന് വെക്ടർ ബി ആയിട്ടും എടുക്കാം. ഈ വെക്ടർ എനെയും വെക്ടർ ബിനെയും ഒരു പാരലോഗ്രാമിൻ്റെ 2 അഡ്ജസൻറ്റ് സൈഡ്സ് ആയിട്ട്, തൊട്ടടുത്തുള്ള സൈഡ്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക?
അറേഞ്ച് ചെയ്യാം. സ്വാഭാവികമായിട്ട് ഇത് രണ്ടും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ പോയിൻ്റ് അല്ലേ, പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ, കൂട്ടിമുട്ടുന്ന പോയിൻ്റിൽ നിന്ന് നമുക്ക് എന്ത് വരയ്ക്കാൻ പറ്റും? ഈ ഒരു പാരലലോഗ്രാമിൻ്റെ ഡയഗണൽ വരയ്ക്കാൻ പറ്റും. അങ്ങനെ ഇതൊരു പാരലലോഗ്രാം ആക്കി മാറ്റാനായിട്ട് പറ്റും എന്നാണ് ഈ ലോ പറയുന്നത്. രണ്ട് വെക്ടേഴ്സിനെ നമ്മളൊരു പാരലലോഗ്രാമിൻ്റെ അഡ്ജസൻറ്റ് സൈഡ്സ് ആയിട്ട് അറേഞ്ച് ചെയ്താൽ അതിൻ്റെ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷനിൽ നമ്മൾ വരയ്ക്കുന്ന ആ ഒരു ലൈൻ എന്ന് പറയുന്നത് ആ പാരലലോഗ്രാമിൻ്റെ ഡയഗണൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റിസൾട്ടൻ്റ് ആർ ഈക്വൽ ടു വെക്ടർ എ പ്ലസ് വെക്ടർ ബി ആയിരിക്കും. ഇതാണ് പാരലലോഗ്രാം ലോ സ്റ്റേറ്റ് ചെയ്യുന്നത് കേട്ടോ. രണ്ട് വെക്ടേഴ്സ് കൺസിഡർ ചെയ്യുക. ഈ രണ്ട് വെക്ടേഴ്സ് ഒരു പാരലലോഗ്രാമിൻ്റെ അഡ്ജസൻറ്റ് സൈഡ്സ് ആയിട്ട് എടുക്കുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷനിൽ നമുക്ക് എന്ത് വരയ്ക്കാം? ആ പാരലലോഗ്രാമിൻ്റെ ഡയഗണൽ വരയ്ക്കാനായിട്ട് പറ്റും. സെയിം മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനുള്ള ഡയഗണൽ നമുക്ക് ഡ്രോ ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് ആ ലോ പറയുന്നത്. ലോ സ്റ്റേറ്റ്മെൻറ്റ് അതുപോലെ തന്നെ പഠിക്കുക, പ്ലസ് ഈ ഫിഗറും വരച്ച് പഠിക്കുക കേട്ടോ. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക്, ഈ ഒരു സെക്ഷനിലെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ, കാൽക്കുലേറ്റ് ദ ആംഗുലാർ വെലോസിറ്റി ഓഫ് എ സെക്കൻഡ് ഹാൻഡ് ഓഫ് എ വാച്ച്. നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. ഒരു സെക്കൻഡ് ഹാൻഡ് വാച്ചിൻ്റെ സെക്കൻഡ് ഹാൻഡിൻ്റെ ആംഗുലാർ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം ആണ് കേട്ടോ. സാധാരണഗതിയിൽ നമുക്കറിയാം ആംഗുലാർ വെലോസിറ്റി ഒമേഗയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണത്. ഒമേഗ ഈക്വൽ ടു തീറ്റ ബൈ ടി എന്നുള്ളൊരു ഇക്വേഷൻ ആയിരിക്കും നമുക്കറിയുന്നുണ്ടായിരിക്കാം. ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം, ആ ഇക്വേഷന് പകരം നമ്മളിവിടെ യൂസ് ചെയ്യണത് ഒമേഗ ഈക്വൽ ടു 2π ബൈ ടി എന്നുള്ള ഇക്വേഷനാണ്. ഇവിടെ ടി വന്നിട്ട് ടൈം പീരിയഡ് ആണ്, 1 മിനിറ്റ് അഥവാ 60 സെക്കൻഡാണ് നമ്മൾ ടി ആയിട്ട് എടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഒമേഗ ഈക്വൽ ടു ഡയറക്റ്റ് ഇക്വേഷനിലേക്ക് വാല്യൂസ് കൊടുക്കുക. 2 ഇൻറ്റു പൈൻ്റെ സ്ഥാനത്ത് 3.14 പൈൻ്റെ വാല്യൂ ആണ്, ഡിവൈഡഡ് ബൈ ടിയുടെ സ്ഥാനത്ത് എത്ര കൊടുക്കുക? 60 എന്ന് കൊടുക്കുക. നമുക്ക് ആൻസർ 0.104 റാഡ് പെർ സെക്കൻഡ്. ആംഗുലാർ വെലോസിറ്റിയുടെ യൂണിറ്റ് ആണ് എന്ത്? റാഡ് പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഒമേഗ ഈക്വൽ ടു തീറ്റ ബൈ ടി, ഈ ഇക്വേഷന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നത് ഒമേഗ ഈക്വൽ ടു 2π ബൈ ടി എന്നുള്ള ഇക്വേഷനാണ്. അതിൽ ടൈം പീരീഡ് വന്നിട്ട് 1 മിനിറ്റ് അഥവാ 16 സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെയാണ്. ഈ പ്രോബ്ലം നന്നായിട്ട് വായിക്കണം. ഈ പ്രോബ്ലം നമ്മൾ ഏത് പ്രോബ്ലം സെക്ഷൻ വരികയാണെങ്കിലും അതിൻ്റെ ഇക്വേഷനും തന്നിട്ടുള്ള കാര്യങ്ങൾ എടുത്തെഴുതാനും ലാസ്റ്റിലേക്ക് യൂണിറ്റ് എഴുതാനും മറന്നു പോകരുത്. ഇവിടെ ആംഗുലാർ വെലോസിറ്റിയുടെ യൂണിറ്റ് വരിക റാഡ് പെർ സെക്കൻഡ് ആണ്. ഇക്വേഷൻ ഒമേഗ ഈക്വൽ ടു 2π ഡിവൈഡഡ് ബൈ ടി എന്നാണ് വരിക. ടി 60 സെക്കൻഡ്, 1 മിനിറ്റാണ്, 60 സെക്കൻഡ് എന്നാണ് വരിക. ഏത് ക്വസ്റ്റ്യൻ പ്രോബ്ലം സെക്ഷൻ വന്നാലും ഇക്വേഷൻ എഴുതാനും അതിൻ്റെ യൂണിറ്റ് എഴുതാനും തന്നിട്ടുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് എടുത്തെഴുതാനും മറക്കാതിരിക്കുക. സ്റ്റെപ്പ് ചെയ്യാൻ മറക്കാതിരിക്കുക കേട്ടോ. ഇനി പാർട്ട് ബിയിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ 2021 പാർട്ട് ബിയിൽ നമ്മളിപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു പാരലലോഗ്രാമിലോ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആംഗുലാർ വെലോസിറ്റി ഡിസ്കസ് ചെയ്തു. ഇനി ബാക്കി ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മുടെ 1-2 മൊഡ്യൂളായിട്ട് ബന്ധപ്പെട്ടതില്ല. അപ്പോൾ നമുക്ക് പാർട്ട് സിയിലേക്ക് പോകാം. ഈ ഒരു സെക്ഷനിൽ പാർട്ട് സിയിൽ നമ്മൾ പറഞ്ഞ 2 മൊഡ്യൂളുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് എ നോട്ട് ഓൺ വേരിയസ് ടൈപ്സ് ഓഫ് എറേഴ്സ് അസോസിയേറ്റഡ് വിത്ത് ദ മെഷർമെൻറ്റ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. പ്രത്യേകം ശ്രദ്ധിക്കുക, എറർ കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം അല്ല ചോദിച്ചിട്ടുള്ളത്. വേരിയസ് ടൈപ്സ് ഓഫ് എറേഴ്സ് നമുക്കറിയാം. ആ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ മെഷർ ചെയ്യുന്ന സമയത്ത്, നമ്മളൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ടൈപ്പ് എറേഴ്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, അതിനെക്കുറിച്ചൊരു നോട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ആബ്സല്യൂട്ട് എറർ, പെർസെൻറ്റേജ് എറർ ആ ഒരു ഏരിയയ്ക്ക് പോകേണ്ടതില്ല. പകരം സിസ്റ്റമാറ്റിക് എറർ എന്താ, റാൻഡം എറേഴ്സ് എന്താ, സിസ്റ്റമാറ്റിക് എറേഴ്സിൻ്റെ 3 ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണ്, അതാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ എഴുതേണ്ടി വരിക കേട്ടോ. നമുക്കതിൻ്റെ ആൻസറിലേക്കൊന്ന് പോവാം. ഫസ്റ്റ് നമ്മൾ സിസ്റ്റമാറ്റിക് എറർ എന്താണെന്ന് എഴുതാം, പിന്നെ റാൻഡം എറർ എന്താണെന്ന് എഴുതാം. സിസ്റ്റമാറ്റിക് എറേഴ്സിനെ നമ്മൾ 3 ആക്കി തിരിക്കുന്നുണ്ട്. ഒന്നാമത്തത് ഒബ്സർവേഷണൽ എറർ, എൻവയോൺമെൻറ്റൽ എറർ, ഇൻസ്ട്രുമെൻ്റൽ എറർ. ഇങ്ങനെ 3 ആക്കിയിട്ടാണ് നമ്മൾ സിസ്റ്റമാറ്റിക് എററിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അതിലാദ്യം വന്നിട്ട് ഒബ്സർവേഷണൽ എറർ. ഒബ്സർവേഷണൽ എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ ആ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന വ്യക്തി, ഇപ്പോൾ നമ്മളാണെങ്കിൽ നമ്മുടെ ഒബ്സർവേഷൻ്റെ മിസ്റ്റേക്ക് കൊണ്ട്, നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതിൻ്റെ പ്രശ്നം കൊണ്ട് ആ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ വാല്യൂവിൽ ക്രിയേറ്റ് ചെയ്യപ്പെടാവുന്ന സാധ്യതയുള്ള എററിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒബ്സർവേഷണൽ എറർ എന്ന് പറയുന്നത്. രണ്ടാമത് എൻവയോൺമെൻറ്റൽ എറർ. നമ്മളൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ ആ എക്സ്പെരിമെൻറ്റിന് ചുറ്റുള്ള ഔട്ട്സൈഡ് സിറ്റുവേഷൻസ് അല്ലേ, പുറമേയുള്ള കാര്യങ്ങൾ അനുകൂലമല്ലാത്ത സാഹചര്യത്തിൽ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന എറേഴ്സ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? എൻവയോൺമെൻറ്റൽ എറർ എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു സ്കൈ വാച്ചിനൊക്കെ പോവുകയാണ്, നമുക്ക് നല്ല ക്ലിയർ ഉള്ള സ്കൈ വേണം, ആകാശം വേണം. പക്ഷെ അന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നല്ല രീതിയിൽ ഹ്യൂമിഡിറ്റി ഉള്ള ദിവസം, അല്ലെങ്കിൽ നല്ല ക്ലൗഡ് ഉള്ള ദിവസമാണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വാല്യൂസ് കൃത്യമായിട്ട് എടുക്കാൻ പറ്റില്ല. സ്വാഭാവികമായിട്ട് അവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യും? ഒരു എറർ ഉണ്ടാവും അല്ലേ. അങ്ങനെ ഔട്ട്സൈഡ് സിറ്റുവേഷൻസിൻ്റെ
പ്രശ്നം കൊണ്ട് ഉണ്ടാവുന്ന എറേഴ്സിനെയാണ് നമ്മൾ എൻവയോൺമെൻറ്റൽ എറർ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ എററിൽ, ഈ സിസ്റ്റമാറ്റിക് എററിൽ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ വന്നിട്ട് ഇൻസ്ട്രുമെൻ്റൽ എററാണ്. നമ്മളൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ഡിവൈസസ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ യൂസ് ചെയ്യും. നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻസിൻ്റെ തകരാറ് കൊണ്ട്, ഡിഫക്റ്റ് കൊണ്ട്, നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റിനുള്ള എന്തെങ്കിലും ഒരു പോരായ്മ കാരണം അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന എറർ. ഇപ്പോൾ നമ്മൾ തുരുമ്പ് പിടിച്ചൊരു ഇൻസ്ട്രുമെൻറ്റ് വെച്ചിട്ടാണ് ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരുപാട് കാലപ്പഴക്കമുള്ളൊരു ഇൻസ്ട്രുമെൻ്റൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യണതെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് കിട്ടേണ്ട വാല്യൂ ആയിരിക്കില്ല കിട്ടുക. ചെറിയൊരു എറർ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. ഈ എററിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻസ്ട്രുമെൻ്റൽ എറർ എന്ന് പറയുന്നത്. ഇങ്ങനെ എറേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ് നമ്മൾ അവിടെ എഴുതേണ്ടത്. പെർസെൻറ്റേജ് എറർ എന്താ, അബ്സല്യൂട്ട് എറർ എന്താ എന്നുള്ളതല്ല, എറേഴ്സ് ഏതൊക്കെ ടൈപ്പാണ് എന്നുള്ളതിൻ്റെ ക്ലാസിഫിക്കേഷനാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് എക്സ്പ്ലെയിൻ ദ റീകോയിൽ ഓഫ് എ ഗൺ, എ bullet of mass 30 gram is fired from a 6 kilogram gun with a velocity of 300 meter per second. Find the recoil velocity of the gun. നമ്മളോട് ഈ ക്വസ്റ്റ്യനിൽ 2 സെക്ഷനായിട്ടാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഒന്ന്, നമ്മൾ റീകോയിൽ ഓഫ് എ ഗൺ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം, പ്ലസ് റീകോയിൽ വെലോസിറ്റി, ഗണ്ണിൻ്റെ റീകോയിൽ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ, ഒരു പ്രോബ്ലമാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഇത് രണ്ടും കൂടെ ചേർത്തിട്ടാണ് നമുക്ക് ഒരു എസ്സേ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. റീകോയിൽ ഓഫ് എ ഗൺ. റീകോയിൽ ഓഫ് ഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇപ്പോൾ നമ്മളൊരു ഗൺ എടുക്കാം, ആ ബുള്ളറ്റ് ഫിൽ ചെയ്തിട്ടുള്ളൊരു ഗണ്ണ്. ആ ഗണ്ണ് ഫയറിങ്ങിൻ്റെ മുന്നേ ഈ ഗണ്ണും ബുള്ളറ്റും എന്തിലാണ്? റെസ്റ്റിലാണ് അല്ലേ? ബിഫോർ ഫയറിങ് ഗണ്ണും ബുള്ളറ്റും റെസ്റ്റിലാണ്. സോ അവിടുത്തെ മൊമെൻ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി ആഫ്റ്റർ ഫയറിങ്ങിന് ശേഷം ബുള്ളറ്റ് എന്ത് ചെയ്യും? ഹൈ മൊമെൻ്റ് അല്ലെങ്കിൽ ഹൈ വെലോസിറ്റിയിൽ ഫോർവേഡായിട്ട് മൂവ് ചെയ്യും, മുന്നോട്ടേക്ക് മൂവ് ചെയ്യും. ഇതേ സമയം ഗണ്ണ് മൂവ് ചെയ്യുന്നത് ബാക്ക്വേർഡായിട്ടായിരിക്കും. ബുള്ളറ്റ് ഫോർവേഡായിട്ട് മൂവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ബുള്ളറ്റിന് പോസിറ്റീവ് മൊമെൻറ്റും, ഗണ്ണ് ബാക്ക്വേർഡായിട്ട് മൂവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഗണ്ണിന് നെഗറ്റീവ് മൊമെൻറ്റും ആയിരിക്കും ഉണ്ടായിരിക്കുക. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം പ്രകാരമാണ് ഈ ഒരു റീകോയിൽ ഓഫ് ഗണ്ണിനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, റീകോയിൽ ഓഫ് ഗൺ എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഫോർ ഫയറിങ്ങിന് മുന്നേ ഗണ്ണും ബുള്ളറ്റും റെസ്റ്റിലായിരിക്കും. സോ അവിടെ മൊമെൻറ്റം 0 ആയിരിക്കും. ഇനി ആഫ്റ്റർ ഫയറിങ്ങിന് ശേഷം ബുള്ളറ്റ് ഹൈ വെലോസിറ്റിയിൽ ഫോർവേഡായിട്ടും ഗണ്ണ് ബാക്ക്വേർഡായിട്ടായിരിക്കും മൂവ് ചെയ്യുക. ഈ ബുള്ളറ്റ് ഫോർവേഡായിട്ട് മൂവ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ബുള്ളറ്റിൻ്റെ മൊമെൻറ്റം പോസിറ്റീവും, ഗണ്ണ് ബാക്ക്വേർഡായിട്ട് മൂവ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ഗണ്ണിൻ്റെ മൊമെൻറ്റം നെഗറ്റീവും ആയിരിക്കും. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം പ്രകാരം മൊമെൻറ്റം ബിഫോർ ഫയറിങ്ങും ആഫ്റ്റർ ഫയറിങ്ങും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. നമുക്ക് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം വെച്ചിട്ടാണ് ഈ ഒരു കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റുക. ഇതിനെയാണ് നമ്മൾ റീകോയിൽ ഓഫ് ഗൺ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നോട്ടിൽ ഞാൻ എഴുതി തന്നിട്ടുള്ള ആ എക്സ്പ്ലനേഷനാണ് ഇവിടെ എഴുതേണ്ടത്. മാക്സിമം അത് പഠിച്ച് മനസ്സിലാക്കി എഴുതാനായിട്ട് ശ്രമിക്കുക. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അതിൻ്റെ പ്രോബ്ലത്തിലേക്ക് പോകാം. റീകോയിൽ വെലോസിറ്റി ഓഫ് ഗണ്ണാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വി ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിനൊരു ഇക്വേഷൻ ഉണ്ട്, -mv ഡിവൈഡഡ് ബൈ m. v ഈക്വൽ ടു -mv ഡിവൈഡഡ് ബൈ m. ഇതിൽ നമുക്ക് നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. ഇത് നോക്കിയാൽ ആദ്യം നമുക്ക് മാസ് ഓഫ് ദ ബുള്ളറ്റ് തന്നിട്ടുണ്ട്, 30 ഗ്രാമാണ്. ഗ്രാമിലാണ് തന്നിട്ടുള്ളത്. സോ നമ്മൾ ആദ്യം അതിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഗ്രാമിനെ എങ്ങനെയാണ് കിലോഗ്രാമിലേക്ക് മാറ്റുക? നമുക്ക് തന്നിട്ടുള്ള വാല്യൂവിനെ ഇൻറ്റു 10⁻³ ചെയ്താൽ മതി. നമുക്ക് എത്രയാണോ ക്വസ്റ്റ്യനിൽ വാല്യൂ തന്നിട്ടുള്ള ആ വാല്യൂവിനെ ഇൻറ്റു 10⁻³ ചെയ്യുമ്പോൾ ആ വാല്യൂ എന്തിലേക്ക് മാറി? കിലോഗ്രാമിലേക്ക് മാറി. ഇനി നമുക്ക് ഗണ്ണിൻ്റെ മാസ് തന്നിട്ടുണ്ട് 6 കിലോഗ്രാമാണ്. അത് ഓൾറെഡി കിലോഗ്രാമിലായതുകൊണ്ട് ഇനി നമ്മൾ കൺവേർട്ട് ചെയ്യാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. പിന്നെ വി തന്നിട്ടുണ്ട്, വെലോസിറ്റി 300 m/s ആണ്. ഈ 3 വാല്യൂസ് വെച്ചിട്ട് നമുക്ക് റീകോയിൽ വെലോസിറ്റി വി കണ്ടുപിടിക്കണം. റീകോയിൽ ഓഫ് ഗണ്ണ് വി കണ്ടുപിടിക്കണം. അതിൻ്റെ ഇക്വേഷൻ mv ഡിവൈഡഡ് ബൈ m ആണ്. സോ എല്ലാ വാല്യൂസും കറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആദ്യം 30 × 10⁻³ × 300 ഡിവൈഡഡ് ബൈ 6. ആൻസർ വരെ -1.5 m/s ആണ്. വെലോസിറ്റിയുടെ യൂണിറ്റ് ആണ് എന്ത്? m/s. ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ അതിൻ്റെ ഇക്വേഷനും സ്റ്റെപ്സും യൂണിറ്റും മറക്കാതിരിക്കുക എഴുതാനായിട്ട് കേട്ടോ. ഇങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്. ആദ്യം റീകോയിൽ വെലോസിറ്റി എന്താണെന്ന് എഴുതണം, പിന്നീട് റീകോയിൽ ഓഫ് ഗൺ എന്താണെന്ന് എഴുതണം, പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുക. ആദ്യം ബുള്ളറ്റിൻ്റെ മാസ് തന്നിട്ടുണ്ട്, ഗണ്ണിൻ്റെ മാസ് തന്നിട്ടുണ്ട്, വെലോസിറ്റി തന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് റീകോയിൽ ഓഫ് ഗണ്ണാണ് കണ്ടുപിടിക്കേണ്ടത്. ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇവിടെ ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് മാറ്റേണ്ടി വരും എന്നുള്ളൊരു കാര്യം മാത്രം ഓർത്ത് വയ്ക്കുക.
ഇനി ആ സെക്ഷനിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാൽ ഇപ്പോൾ നമ്മളിതാ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്തു, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി ഡിറൈവ് ദ റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ വെലോസിറ്റി ആൻഡ് ആംഗുലാർ വെലോസിറ്റി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഡിഫൈൻ ആംഗുലാർ ആക്സിലറേഷൻ, ഡിറൈവ് ദ റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ ആൻഡ് ആംഗുലാർ ആക്സിലറേഷൻ. ശ്രദ്ധിക്കുക, ഈ ക്വസ്റ്റ്യൻ വന്നിട്ട് രണ്ടാമത്തെ മൊഡ്യൂളിൽ നിന്നാണ്. രണ്ടാമത്തെ മൊഡ്യൂളിലെ ഡെറിവേഷനാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ആദ്യം തൊട്ട് നോക്കിപ്പോവാം. ആദ്യം ലീനിയർ വെലോസിറ്റിയും ആംഗുലാർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ ഈ ഒരു സെക്ഷനാണ്. നമ്മൾ തീറ്റയുടെ ഇക്വേഷനിൽ തുടങ്ങാം. തീറ്റ ഈക്വൽ ടു എസ് ഡിവൈഡഡ് ബൈ ആർ ആണ്. അടുത്ത സ്റ്റെപ്പ് ഈ ഒരു ഇക്വേഷന് തീറ്റ ഈക്വൽ ടു എസ് ബൈ ആർ എന്നുള്ള ഇക്വേഷന് എസ്സിനൊരു ഇക്വേഷൻ കൊണ്ടുവരിക. എസ് ഇസ് ഈക്വൽ ടു ആർ തീറ്റ എന്ന് വരും. ഇനി ലീനിയർ വെലോസിറ്റി വി ഈക്വൽ ടു എസ് ബൈ ടി ആണ്. ഈ എസിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കുക? ആർ തീറ്റ എന്ന് കൊടുക്കുക. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ മാറും? ആർ തീറ്റ ഡിവൈഡഡ് ബൈ ടി എന്നായി മാറും. നമുക്കറിയാം തീറ്റ ബൈ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമേഗയാണ്, ആംഗുലാർ വെലോസിറ്റി ആണ്. സോ തീറ്റ ബൈ ടിയുടെ സ്ഥാനത്ത് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? ഒമേഗ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ വി ഈക്വൽ ടു ആർ ഇൻറ്റു ഒമേഗ അഥവാ വി ഈക്വൽ ടു ആർ ഒമേഗ എന്നുള്ളതാണ് നമുക്ക് കിട്ടുക. ലീനിയർ വെലോസിറ്റിയും ആംഗുലാർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ ചോദിച്ചാൽ വി ഈക്വൽ ടു ആർ ഒമേഗ എന്നുള്ള ഇക്വേഷനിലേക്കാണ് നമ്മൾ എത്തിക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്തത് തീറ്റ ഈക്വൽ ടു എസ് ബൈ ആർ എന്നുള്ള ഇക്വേഷൻ കൺസിഡർ ചെയ്തു. പിന്നെ എസ് എസ് ഈക്വൽ ടു ആർ തീറ്റ എന്ന് കൊടുത്തു. ഇനി എങ്ങനെ കിട്ടിയത്? ഈ എസ്സിനെ ഇവിടെ വെച്ചിട്ട് ആറിനെ എന്ത് കൊണ്ടുവരിക? തീറ്റയുടെ അപ്പുറത്തേക്ക് കൊണ്ടുവരിക കേട്ടോ. അങ്ങനെയാണ് എസ് എസ് ഈക്വൽ ടു ആർ തീറ്റ എന്ന് വരുന്നത്. ഇനി ലീനിയർ വെലോസിറ്റിയുടെ ഇക്വേഷനാണ് വി ഈക്വൽ ടു എസ് ബൈ ടി. ഈ എസിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ആർ തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എസിൻ്റെ സ്ഥാനത്ത് ആർ തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. തീറ്റ ബൈ ടി എന്ന് പറഞ്ഞാൽ ഒമേഗയാണ്. സോ വി ഈക്വൽ ടു ആർ ഒമേഗ എന്ന് കിട്ടും. ഇനി എന്താണ് ആംഗുലാർ ആക്സിലറേഷൻ എന്നും പിന്നെ ആംഗുലാർ ആക്സിലറേഷനും ലീനിയർ ആക്സിലറേഷനും തമ്മിലുള്ള റിലേഷനുമാണ് ചോദിച്ചിട്ടുള്ളത്. ആംഗുലാർ ആക്സിലറേഷൻ ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ വെലോസിറ്റിയാണ്. ആംഗുലാർ വെലോസിറ്റിയുടെ റേറ്റ് ഓഫ് ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് പറയുക? ആംഗുലാർ ആക്സിലറേഷൻ എന്ന് പറയുക. അത് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, ഒമേഗ 2 മൈനസ് ഒമേഗ 1/t. ആൽഫ ഈക്വൽ ടു ആംഗുലാർ ആക്സിലറേഷൻ നമ്മൾ ആൽഫ എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. സോ ആൽഫ ഈക്വൽ ടു ഒമേഗ 2 മൈനസ് ഒമേഗ 1/t. ഇനി ഒമേഗ 2ന് നമ്മൾ v2/r എന്ന് കൊടുക്കുക, ഒമേഗ 1ന് v1/r എന്ന് കൊടുക്കുക. എന്നിട്ട് ഈ ഒമേഗ 2ൻ്റെ സ്ഥാനത്ത് ഇവിടെ v2/r എന്ന് കൊടുക്കുക, ഇവിടെ ഒമേഗ 1ൻ്റെ സ്ഥാനത്ത് v1/r എന്ന് കൊടുക്കുക, ഡിവൈഡഡ് ബൈ ടി. ഈ രണ്ട് ഇക്വേഷനിലും 6 കോമൺ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ, രണ്ടിലും 6 കോമൺ ആണെന്നുള്ളത് കൊണ്ട് തന്നെ 1/rനെ പുറത്തേക്ക് എടുക്കുക. ബാക്കി v2 മൈനസ് v1 ഉണ്ട്, താഴെ ഡിവൈഡഡ് ബൈ ടിയും ഉണ്ട്. ഇനി ഇവിടെ ഉള്ള ടീനെ ആറിൻ്റെ അടുത്തേക്ക് ചേർത്ത് എഴുതുന്നതാണ് ഈ സ്റ്റെപ്പ് വരുന്നത്, 1/rt v2 മൈനസ് v1. ഇനി ഈ v2 മൈനസ് v1 ബൈ ടീനെ ഒരുമിച്ച് എഴുതി. അതാണ് ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത്. v2 മൈനസ് v1 ബൈ ടീനെ ഒരുമിച്ച് എഴുതി. ഇപ്പോൾ ബാക്കി ഉണ്ടാവുക 1/r ആണ്, അതിനെ പുറത്തേക്ക് എടുത്ത് എഴുതി. v2 മൈനസ് v1/r ഇതെന്ന് പറയുന്നത് v2 മൈനസ് v1 ബൈ ടി എന്ന് പറയുന്നത് ആക്സിലറേഷനാണ്. സോ ആ ഇക്വേഷൻ നമുക്ക് അവിടെ v2 മൈനസ് v1 ബൈ ടീനെ എ എന്ന് റീപ്ലേസ് ചെയ്യാം. എ ലീനിയർ ആക്സിലറേഷൻ്റെ ഇക്വേഷനാണ് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. സോ v2 മൈനസ് v1 ബൈ ടീനെ നമുക്ക് എങ്ങനെ കൊടുക്കാം? എ എന്ന് കൊടുക്കാം. സോ എ ഇൻറ്റു 1/r എന്ന് വരും. ഇക്വേഷൻ അവിടെ എ ഇൻറ്റു 1/r എന്ന് വരും. എ ഇൻറ്റു 1 എന്താണ്? എ ആണ്, ബൈ ആർ. അങ്ങനെയാണ് ആൽഫ ഈക്വൽ ടു എ ബൈ ആർ എന്നുള്ള ഇക്വേഷൻ വരുന്നത്. അതല്ലെങ്കിൽ നമുക്കിവിടെ എഴുതാവുന്നത് എ ഈക്വൽ ടു ആർ ആൽഫ എന്ന് എഴുതാം കേട്ടോ. ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. ഇങ്ങനെ നമ്മൾ പാർട്ട് ബി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പാർട്ട് സിയിലെ ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. എറേഴ്സിൻ്റെ നോട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. റീകോയിൽ വെലോസിറ്റി, റീകോയിൽ ഗണ്ണും അതിൻ്റെ വെലോസിറ്റിയും കണ്ടുപിടിച്ചു. റിലേഷൻ ബിറ്റ്വീൻ ആംഗുലാർ ആക്സിലറേഷൻ ആൻഡ് ലീനിയർ ആക്സിലറേഷൻ, ആംഗുലാർ വെലോസിറ്റി ആൻഡ് ലീനിയർ വെലോസിറ്റി തീർത്തു. ഇനി നമ്മൾ വരുന്നത് റൈറ്റ് എ നോട്ട് ഓൺ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ആൻഡ് റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓഫ് എ റൊട്ടേറ്റിംഗ് റിജിഡ് ബോഡി. ഒരു റൊട്ടേറ്റിംഗ് റിജിഡ് ബോഡിയുടെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കാണാനും റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്താണെന്നൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. അത് വരുമ്പോൾ എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ആദ്യം നമ്മൾ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്താണെന്ന് എഴുതണം. ഇവിടെയാണ് വരിക. ആദ്യം നമ്മൾ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്താണെന്ന് എഴുതാം. മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയുടെ ഇക്വേഷനാണ് എന്ത്? I ഈക്വൽ ടു mr². ഇങ്ങനെ നമ്മൾ എഴുതിയാൽ ഇതിൻ്റെ അർത്ഥം ഇവിടെ ഒരു ഇൻറ്റു, ഒരു മൾട്ടിപ്ലിക്കേഷൻ, പ്രൊഡക്റ്റ് ഉണ്ടെന്നല്ലേ. അപ്പോൾ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് 2 ക്വാണ്ടിറ്റികളുടെ പ്രൊഡക്റ്റാണ്. ഏതൊക്കെയാണത്? ഒന്ന് മാസും അടുത്തത് സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസും ആണ്. മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്തിൻ്റെയൊക്കെ പ്രൊഡക്റ്റാണ്? മാസിൻ്റെയും സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസിൻ്റെയും പ്രൊഡക്റ്റാണ്. മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യനെ നമുക്കപ്പോൾ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് മാസ് ആൻഡ് സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് നമുക്ക് എന്ത് ചെയ്യാം? ഡിഫൈൻ ചെയ്യാം. അതായത് നമ്മളിപ്പോൾ ഒരു കല്ലെടുക്കുക, കല്ലിനെ ഒരു ത്രെഡിൽ കെട്ടിയിട്ട്, ഒരു ചരടിൽ കെട്ടിയിട്ട് നമ്മൾ കറക്കുക. ആ ഒരു സിറ്റുവേഷൻ ഓർത്താൽ മതി. അതിൽ മാസ് എന്ന് പറയുന്നത് ആ കല്ലിൻ്റെ മാസും, ആർ എന്ന് പറയുന്നത് ആക്സിസ് ഓഫ് റൊട്ടേഷനും ഈ
ആ ഒരു വസ്തു ഒരു കല്ലും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ r എന്ന് റെപ്രസെൻറ്റ് ചെയ്യുക കേട്ടോ. ഇനി മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ സ്ക്വയർ ആണ്. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ സ്ക്വയർ ആണ്. ഇങ്ങനെയാണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എഴുതേണ്ടത്. ഇനി റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യാം. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ ഈ mr²ൽ r-ന് പകരം എന്ത് വരും? k വരും. ക്യാപിറ്റൽ ലെറ്റർ k വരും. k ആണ് നമ്മൾ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാസ് നമ്മൾ എടുക്കുന്ന കല്ലിൻ്റെ സെൻറ്റർ മുതൽ ആക്സിസ് ഓഫ് റൊട്ടേഷൻ വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. അവിടെ എഴുതിയിട്ടുണ്ട് ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ k ആൻഡ് റേഡിയസ് ഓഫ് ഗൈറേഷൻ ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ആക്സിസ് ഓഫ് റൊട്ടേഷൻ ടു ദ സെൻറ്റർ ഓഫ് മാസ്. ആക്സിസ് ഓഫ് റൊട്ടേഷൻ ടു ദ സെൻറ്റർ ഓഫ് മാസ്. ഈ ആക്സിസ് ഓഫ് റൊട്ടേഷൻ മുതൽ ഈ ഒരു വസ്തുവിൻ്റെ സെൻറ്റർ ഓഫ് മാസ് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുന്നത്. ഇനി മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയിൽ ഈ r-ൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കുക? k എന്ന് കൊടുക്കുക. r-ൻ്റെ സ്ഥാനത്ത് നമ്മൾ k എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ k² = I/m എന്ന് വരും. നമുക്ക് k² അല്ല k ആണ് വേണ്ടത്. സോ റൂട്ട് എടുക്കുക. k = √I/m എന്ന് വരും. ഇങ്ങനെയാണ് ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യേണ്ടത് കേട്ടോ. ഇനി നമ്മൾ അതിൽ തന്നെ ചോദിച്ചിട്ടുള്ള അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ എക്സ്പ്ലെയിൻ റെസൊല്യൂഷൻ ഓഫ് എ വെക്റ്റർ വിത്ത് ഡയഗ്രാം ഡിസ്കസ് നോട്ട് ഓൺ റിയൽ ലൈഫ് എക്സാമ്പിൾ ഓഫ് ദ റെസൊല്യൂഷൻ ഓഫ് എ വെക്റ്റർ. ആദ്യം റെസൊല്യൂഷൻ ഓഫ് എ വെക്റ്റർ എന്താണെന്ന് എഴുതണം, പിന്നെ അതിൻ്റെ റിയൽ ലൈഫ് എക്സാമ്പിളും എഴുതണം കേട്ടോ. റെസൊല്യൂഷൻ ഓഫ് എ വെക്റ്ററിലേക്ക് വരുമ്പോൾ നമ്മളൊരു ഫിഗർ വരച്ചിട്ടുണ്ടായിരിക്കും. ആ ഫിഗർ വെച്ച റെസൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഒരു വെക്റ്റർ, ആ വെക്റ്ററിനെ അതിൻ്റെ കോമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെസൊല്യൂഷൻ എന്ന് പറയാം. ഒരു വെക്റ്റർ, ആ വെക്റ്ററിനെ അതിൻ്റെ കോമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. റെസൊല്യൂഷൻ എന്നുള്ള ഒരു പ്രോസസ്സ്, ഒരു വെക്റ്റർ അതിൻ്റെ കോമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റപ്പ് ആവുക. അതിന് നമ്മളൊരു ഫിഗർ വരച്ചിട്ടുണ്ടാവും. എന്നിട്ട് RXഉം RYയും കണ്ടുപിടിക്കാനുള്ള സ്റ്റെപ്സാണ് താഴെയുള്ളത്. ആ ചിത്രം, ആ ഡയഗ്രാം മറക്കരുത്. ഡയഗ്രാം വന്നിട്ട് ഇങ്ങനെ ഒരു ഡയഗ്രാം ആയിരിക്കും നമ്മൾ വരച്ചിട്ടുണ്ടാവുക. അവിടെ OACB ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ വരച്ചിട്ടുണ്ടാവുക. അവിടെ നമ്മൾ r എന്ന് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയാണ് ആ ഫിഗർ വന്നിട്ടുള്ളത്. പിന്നെ RX ഉണ്ടാവും, RY ഉണ്ടാവും. സോ ശ്രദ്ധിക്കുക, ആ ഫിഗർ വരച്ചിട്ട് RXനും RYക്കും ഒരു ഇക്വേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇനി അതിൻ്റെ റിയൽ ലൈഫ് ആപ്ലിക്കേഷനിലേക്ക് പോകുമ്പോൾ, വൈൽ വാക്കിംഗ് എ പേഴ്സൺ, നമ്മളൊരു നടക്കുന്ന സമയത്ത്, ഒരു വ്യക്തി നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? അപ്ലൈസ് എ ഫോഴ്സ് ഓൺ ദ ഗ്രൗണ്ട്. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നടക്കുന്ന സമയത്ത് ഗ്രൗണ്ടിലേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിനെ നമുക്ക് അപ്ലൈഡ് ഫോഴ്സ് എന്ന് വിളിക്കാം. The reaction force by the ground on the man enables him to move forward. അതായത് നമ്മൾ ഗ്രൗണ്ടിലേക്ക് ഫോഴ്സ് കൊടുക്കുന്ന പോലെ തന്നെ നമ്മൾ നടക്കുന്ന സമയത്ത് ഈ ഗ്രൗണ്ട് നമ്മുടെ മുകളിലേക്കും അല്ലെങ്കിൽ നമുക്ക് തിരിച്ചും ഒരു ഫോഴ്സ് തരുന്നുണ്ട്. ആ ഫോഴ്സിനെ നമുക്ക് റിയാക്ഷൻ ഫോഴ്സ് എന്ന് പറയാം. നമ്മൾ ഗ്രൗണ്ടിലേക്ക് കൊടുക്കുന്ന ഫോഴ്സ് കൂടാണ്ട് ഗ്രൗണ്ട് തിരിച്ച് നമുക്ക് തരുന്ന ഫോഴ്സിനെ നമുക്ക് റിയാക്ഷൻ ഫോഴ്സ് എന്ന് പറയാം. ഈ റിയാക്ഷൻ ഫോഴ്സ് കാരണമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഫോർവേഡായിട്ട് മുന്നോട്ടേക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നത്. ഈ റിയാക്ഷൻ ഫോഴ്സും അപ്ലൈഡ് ഫോഴ്സും, നമ്മൾ ഗ്രൗണ്ടിലേക്ക് കൊടുക്കുന്ന ഫോഴ്സും തിരിച്ച് ഗ്രൗണ്ട് തരുന്ന ഫോഴ്സും എപ്പോഴും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. റിയാക്ഷൻ ഫോഴ്സും അപ്ലൈഡ് ഫോഴ്സും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ഇനി ഈ റിയാക്ഷൻ ഫോഴ്സ് ഇല്ലേ, ഗ്രൗണ്ട് നമുക്ക് തരുന്ന ഫോഴ്സ്, ആ റിയാക്ഷൻ ഫോഴ്സിന് 2 കോമ്പണൻസ് ആണുള്ളത്. ഒന്ന് ഹൊറിസോണ്ടൽ കോമ്പണൻറ്റും ഒന്ന് വെർട്ടിക്കൽ കോമ്പണൻറ്റും. H എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടലാണ്, R cos θ, V വെർട്ടിക്കലാണ്, V R sin θ. ഈ ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ റിയൽ ലൈഫ് ആപ്ലിക്കേഷനിൽ നമ്മൾ എഴുതേണ്ടത്, ഒരു വ്യക്തി നടന്നു പോകുന്ന സമയത്ത് ആ വ്യക്തി ഗ്രൗണ്ടിലേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. തിരിച്ച് ഗ്രൗണ്ട് ആ വ്യക്തിയിലേക്കും ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ഈ റിയാക്ഷൻ ഫോഴ്സ് കാരണമാണ് ഈ വ്യക്തിക്ക് ഫോർവേഡായിട്ട് മുന്നോട്ടേക്ക് നടക്കാനായിട്ട് സാധിക്കുന്നത്. ഈ അപ്ലൈഡ് ഫോഴ്സും റിയാക്ഷൻ ഫോഴ്സും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. ഇനി റിയാക്ഷൻ ഫോഴ്സിന് 2 കോമ്പണൻ്റായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് വെർട്ടിക്കൽ കോമ്പണൻറ്റും വേറൊന്ന് ഹൊറിസോണ്ടൽ കോമ്പണൻറ്റും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മുടെ നോട്ടിലുള്ള പോർഷനാണിത്. വെക്ടേഴ്സിൻ്റെ ലാസ്റ്റിലേക്ക് വരുമ്പോഴുള്ള പോർഷനാണ്. നോട്ട് നന്നായിട്ട് വായിക്കുക കേട്ടോ. ഇനി അതിൽ വരുന്ന അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ വൈ ഔട്ടർ എഡ്ജ് ഓഫ് ദ റോഡ് ഈസ് റേസ്ഡ് എബവ് ദ ഇന്നർ എഡ്ജ് ഓഫ് ദ റോഡ് അറ്റ് കർവ്സ്. ഡിറൈവ് ദ
എക്സ്പ്രഷൻ ഫോർ ആംഗിൾ ഓഫ് ബാങ്കിങ്. ആംഗിൾ ഓഫ് ബാങ്കിങ്ങിന് ഒരു എക്സ്പ്രഷനും ചോദിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ് ഈ കർവിൻ്റെ സ്ഥലങ്ങളിൽ വളവുകളിൽ ഔട്ടർ എഡ്ജ്, റോഡിൻ്റെ ഔട്ടർ എഡ്ജ് ഇന്നർ എഡ്ജിനെക്കാട്ടി പൊന്തി നിൽക്കാൻ കാരണം, ഹൈറ്റിൽ നിൽക്കാൻ കാരണം, അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണം. പ്ലസ് ബാങ്കിങ് ഓഫ് റോഡ്സിൻ്റെ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ബാങ്കിങ് കാണാനുള്ള ഒരു ഇക്വേഷനും കൊണ്ടുവരണം എന്നാണ് പറയുന്നത് കേട്ടോ. രണ്ടുകൂടെ ചേർത്താണ് രസമായിട്ട് വന്നിട്ടുള്ളത്. സോ അതിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മുടെ നോട്ടിലുള്ളതാണ്. ഇത് ഇന്ന ഒരു വാഹനം ഒരു കർവായിട്ട് പോകുന്ന സമയത്ത് അവിടെ അതൊരു സർക്കുലർ മോഷൻ്റെ ഭാഗമാവുകയും അവിടെ ഒരു സെൻട്രിപിറ്റൽ ഫോഴ്സ് ഉണ്ടാവുകയും ചെയ്യും. പിന്നെ ഈ ഔട്ടർ എഡ്ജ് പൊന്തി നിൽക്കുന്ന കാര്യം, ഔട്ടർ എഡ്ജ് കുറച്ച് ഹൈറ്റിൽ നിൽക്കുന്ന കാര്യമൊക്കെ നമ്മൾ എന്ത് ചെയ്തതാണ്, ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ആ നോട്ട് നന്നായിട്ട് വായിച്ച് നോക്കാം. അടുത്തത് നമുക്ക് അതിൻ്റെ ഒരു എക്സ്പ്രഷൻ വേണം. ഇവിടെ ഈ ഒരു ഫിഗർ വരയ്ക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഈ ഫിഗർ നോട്ടിലേക്ക് വരച്ചെടുക്കാനും അതൊന്ന് പഠിക്കാനായിട്ടും ശ്രമിക്കുക. ഇനി ടാൻ തീറ്റ ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ജി ആണ്. നമുക്ക് ടാൻ തീറ്റ അല്ല വേണ്ടത്, ആംഗിൾ ഓഫ് ബാങ്കിങ് എന്ന് വെച്ചാൽ തീറ്റയാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം, ഈ ടാനിൻ്റെ ഇൻവേഴ്സ് എടുക്കണം. സോ തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് വി സ്ക്വയർ ബൈ ആർ ജി എന്ന് കിട്ടും. തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് വി സ്ക്വയർ ബൈ ആർ ജി എന്ന് കിട്ടും. വാഹനം മൂവ് ചെയ്യുന്ന സ്പീഡ്, പിന്നെ റേഡിയസ്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ആ ഒരു സർക്കുലർ ട്രാക്കിൻ്റെ റേഡിയസ്, ഇതൊക്കെയാണ് വിയും ആറും ജിയും. ഇതിൽ ആംഗിൾ ഓഫ് ബാങ്കിങ് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസും വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് വായിക്കുക. തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് വി സ്ക്വയർ ബൈ ആർ ജി ആണ് കേട്ടോ. ആംഗിൾ ഓഫ് ബാങ്കിങ്ങിൻ്റെ നോട്ട് വന്നിട്ടുള്ളത് നമ്മുടെ ബാങ്കിങ് ഓഫ് റോഡ്സ്, ബാങ്കിങ് ഓഫ് റെയിൽസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടാകും. സെൻട്രിപിറ്റൽ ഫോഴ്സ്, സെൻട്രിപിറ്റൽ ആക്സിലറേഷനൊക്കെ കഴിഞ്ഞ് വരുന്ന ടോപ്പിക്കാണ് നമ്മുടെ നോട്ടിലേക്ക് അത്. സോ നന്നായിട്ട് വായിക്കുക. ഇതോടുകൂടി നമ്മുടെ ആ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള 2021 ക്വസ്റ്റ്യൻ പേപ്പറിലെ പാർട്ട് സിയിൽ വന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പാർട്ട് സിയിൽ നമുക്ക് 6 ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ഇതിൽ 3 നമ്മൾ എഴുതേണ്ടി വരും. ഓർ ക്വസ്റ്റ്യൻ ഉള്ളതുകൊണ്ട് 3 നമ്മൾ എഴുതേണ്ടി വരും. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഈ ഒരു സെക്ഷൻസിൽ ഇപ്പോൾ നമുക്ക് എറേഴ്സ് എന്ന് തിയറി ചോദിച്ചിട്ടുണ്ട്. റീകോയിൽ ഓഫ് വെലോസിറ്റി, റീകോയിൽ ഓഫ് ഗണ്ണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. സെക്കൻഡ് മൊഡ്യൂളിലെ ആ ഡെറിവേഷൻസ്, അതേപോലെ തന്നെ ബാങ്കിങ് ഓഫ് റോഡ്സ്, ഇത്രയും സെക്ഷനാണ് ഇവിടെ എസ്സേ വന്നിട്ടുള്ളത്. മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്താണെന്നുള്ള സെക്ഷനൊക്കെ നന്നായിട്ട് വായിക്കുക. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ 2022 നവംബറിൽ നടന്നിട്ടുള്ള എക്സാമാണ്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, കാൻഡില ഈസ് ദ യൂണിറ്റ് ഓഫ്, കാൻഡില എന്തിൻ്റെ യൂണിറ്റ് ആണ്? കാൻഡില ഈസ് ദ യൂണിറ്റ് ഓഫ് ലൂമിനസ് ഇൻറ്റൻസിറ്റി ആണ് കേട്ടോ. ലൂമിനസ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് ആണ് എന്ത്? കാൻഡില. ഇനി ഡാഷ് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് എ ബോഡി to any change in its state of rest or uniform motion along a straight line. ഒരു സ്ട്രെയിറ്റ് ലൈൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കുന്ന ഒരു വസ്തുവിന് അതിൻ്റെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിനോ സ്റ്റേറ്റ് ഓഫ് മോഷനെയോ ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. ഉണ്ടാവുന്ന ഒരു റെസിസ്റ്റൻസ്, ഒരു തടസ്സം, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് മക്കളെ? ഇനേർഷ്യ എന്ന് പറയുന്നത് കേട്ടോ. ഇനേർഷ്യ നമ്മൾ പറഞ്ഞതാണ്. ന്യൂട്ടൻ്റെ ലോസ്, ഫസ്റ്റത്തെ മൊഡ്യൂളിൽ ന്യൂട്ടൻ്റെ ലോസ് പറയുന്ന ആ ഒരു സെക്ഷനിൽ വരുന്നതാണ് ഇനേർഷ്യ. ഇനേർഷ്യ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് പെട്ടെന്ന് അതിൻ്റെ മോഷനോ, റെസ്റ്റിലായിരിക്കുന്ന ഒരു വസ്തുവിന് പെട്ടെന്ന് അതിൻ്റെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിനെയോ ചേഞ്ച് ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥേനെയാണ് നമ്മൾ ഇനേർഷ്യ എന്ന് പറയുക. ഇവിടെ ഇതിൻ്റെ ആൻസർ വന്നിട്ട് ഇനേർഷ്യയാണ് കേട്ടോ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ, ദ അനലോഗസ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഓഫ് ഫോഴ്സ് ഇൻ എ സർക്കുലർ മോഷൻ എന്ന് പറയുന്നത് ടോർക്കാണ് കേട്ടോ. അനലോഗസ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഓഫ് എ ഫോഴ്സ് ഇൻ സർക്കുലർ മോഷൻ ടോർക്കാണ് അതിൻ്റെ ആൻസർ വരിക. ടോർക്കിൻ്റെ ഡെഫിനേഷൻ നമുക്കറിയാം. ഇറ്റ് ഈസ് ദ റൊട്ടേറ്റിംഗ് എഫക്റ്റ് ഓഫ് ഫോഴ്സ് ആണ്. അപ്പോൾ സർക്കുലർ മോഷനിലെ റൊട്ടേറ്റിംഗ് എഫക്റ്റ് ആണ് എന്ത്? ടോർക്ക്. അപ്പോൾ അതിൻ്റെ ആൻസർ വരിക ടോർക്കായിരിക്കും കേട്ടോ. ഇനി ഡിഫൈൻ ആംഗുലാർ വെലോസിറ്റി. ആംഗുലാർ വെലോസിറ്റി എന്താണെന്ന് ഡിഫൈൻ ചെയ്യാനാണ് അടുത്ത ക്വസ്റ്റ്യൻ. ആംഗുലാർ വെലോസിറ്റി ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്. ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ചിനെയാണ് നമ്മൾ ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുക. ഒമേഗ എന്ന് റെപ്രസെൻ്റ് ചെയ്യും. ഒമേഗ ഈക്വൽ ടു തീറ്റ ഡിവൈഡഡ് ബൈ ടി ആണ്. ഒമേഗ ഈക്വൽ ടു തീറ്റ ഡിവൈഡഡ് ബൈ ടി ആണ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ പാർട്ട് എയിലെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ കവർ ചെയ്തു. ഇനി നമുക്ക് പാർട്ട് ബിയിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, സം ക്വാണ്ടിറ്റീസ് ആർ ഒബ്റ്റൈൻഡ് ഫ്രം ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. നെയിം ദീസ് ക്വാണ്ടിറ്റീസ്. ബൈ വാട്ട് നെയിം units of these quantities are known. Name a quantity of this kind and its unit. ശ്രദ്ധിക്കുക, നമ്മളോട് ചോദിച്ചിട്ടുള്ള ഒരു കണ്ടീഷൻ നമുക്ക് ആദ്യം തന്നിട്ടുണ്ട്. സം ക്വാണ്ടിറ്റീസ് ആർ ഒബ്റ്റൈൻഡ് ഫ്രം ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൽ നിന്ന് ഒബ്റ്റൈൻ ചെയ്യുന്ന ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൽ നിന്ന് ഒബ്റ്റൈൻ ചെയ്യുന്ന
ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുക. അതിൽ വന്നിട്ടുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ബൈ വാട്ട് നെയിം യൂണിറ്റ്സ് ഓഫ് ദീസ് ക്വാണ്ടിറ്റീസ് ആർ നോൺ എന്നാണ്. ഈ ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റ്സിനെ പറയുന്ന പേരെന്താണെന്നാണ് അല്ലേ. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയുക. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റ്സ് ആണ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്. ഇനി ഇതിൽ ഏതെങ്കിലും ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയും അതിൻ്റെ യൂണിറ്റും എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഞാനിവിടെ വെലോസിറ്റി എടുത്തത്. വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് എന്ന് ഓർത്ത് നമുക്ക് എന്ത് ചെയ്യാം, ആക്സിലറേഷനൊക്കെ എഴുതാവുന്നതാണ് കേട്ടോ. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിന് ഒബ്റ്റൈൻ ചെയ്യുന്ന ക്വാണ്ടിറ്റീസ് ഏതാണ്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആണ്. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റ് ഡിറൈവ്ഡ് യൂണിറ്റ്സ് ആണ്. ഏതെങ്കിലും ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിക്ക് എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞാൽ വെലോസിറ്റി എഴുതുക, യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ് കേട്ടോ. അതോടുകൂടി ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി പാർട്ട് ബിയിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, റൈറ്റ് എ ബ്രീഫ് നോട്ട് ഓൺ ബാങ്കിങ് ഓഫ് റെയിൽവേ ട്രാക്ക്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതാണ് ബാങ്കിങ് ഓഫ് റോഡ്സ്. ആ ബാങ്കിങ് ഓഫ് റോഡ്സ് അല്ല, ഇത് 3 മാർക്കിന് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ബാങ്കിങ് ഓഫ് റെയിൽവേ ട്രാക്കിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ബാങ്കിങ് ഓഫ് റെയിൽവേ ട്രാക്കാണ്. ബാങ്കിങ് ഓഫ് റെയിൽവേ ട്രാക്കിൽ നമ്മൾ എഴുതേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർവ്ഡ് റെയിൽവേ ട്രാക്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഔട്ടർ റെയിൽ എന്ന് പറയുന്നത് ഇന്നർ റെയിലിനെയും കാട്ടിയും കുറച്ചുകൂടെ എന്തിലായിരിക്കും, ഹൈറ്റിലായിരിക്കും ഉണ്ടാവാം. ഇനി നമുക്ക് ഹൈറ്റ് ഓഫ് ദ റെയിലാണ് എച്ച് വന്നിട്ട്, ഹൈറ്റ് ഓഫ് ദ റെയിലാണ് എച്ച്. എച്ചിൻ്റെ ഇക്വേഷൻ, എച്ച് കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു ഇക്വേഷനിലേക്കാണ് നമ്മൾ എത്തുന്നത്. എച്ച് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ഡി ബൈ ആർ ജി. ഇനി എന്താണ് ഡി, രണ്ട് റെയിലുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഡി എന്ന് പറയുക. സോ എച്ച് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ഡി ബൈ ആർ ജി എന്നുള്ള ഇക്വേഷനിലേക്ക് നമ്മൾ എത്തുന്ന സെക്ഷനാണ്. ആ നോട്ടിൽ ബാങ്കിങ് ഓഫ് റോഡ്സ് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ടോപ്പിക്കാണ് ബാങ്കിങ് ഓഫ് റെയിൽസ്. തിയറി പോർഷനും ഈ ഡെറിവേഷനും ഈ ഇക്വേഷനും ഇമ്പോർട്ടൻ്റ് ആണ്, വായിച്ചു വയ്ക്കുക കേട്ടോ, നന്നായിട്ട് വായിക്കാം. ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ 22ലെ ക്വസ്റ്റ്യൻ പേപ്പറിലെ പാർട്ട് ബിയിലെ 2 ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതേ ക്വസ്റ്റ്യൻ പേപ്പറിലെ പാർട്ട് സിയിലേക്ക് വരികയാണെങ്കിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇൻ എ ഫിസിക്കൽ ലബോറട്ടറി, ഒരു ഫിസിക്കൽ ലബോറട്ടറിയിൽ എ സ്റ്റുഡൻറ്റ് മെഷേഴ്സ് മാസ് ഓഫ് എ ബോഡി. ഹി റിപ്പീറ്റ്സ് ദ എക്സ്പെരിമെൻറ്റ് ആൻഡ് ദ മാസ് ഓഫ് ദ ബോഡി ഈസ് ഒബ്റ്റൈൻഡ് ആസ് 45.45.5 ഗ്രാം, 45.1 ഗ്രാം, 46 ഗ്രാം, 45.8 ഗ്രാം. ഫൈൻഡ് ദ പെർസെൻറ്റേജ് എറർ ഇൻ ദിസ് എക്സ്പെരിമെൻറ്റ്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് പെർസെൻറ്റേജ് എററാണ്. പ്രോബ്ലം സെക്ഷനാണ് ചോദിച്ചിട്ടുള്ളത്. നേരത്തെ എറേഴ്സിൻ്റെ തിയറി ചോദിച്ചു, ഇപ്പോൾ എററിൻ്റെ പ്രോബ്ലം സെക്ഷനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ പെർസെൻറ്റേജ് എററാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് തന്നിട്ടുള്ള വാല്യൂസിൽ A1 ഈക്വൽ ടു A2 ഈക്വൽ ടു A3 ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് അവർ തരണമെന്നില്ല. നമുക്ക് തന്ന വാല്യൂസിനെ നമ്മളാണ് അങ്ങനെ അറേഞ്ച് ചെയ്യേണ്ടത്. സോ ആദ്യം എഴുതുക A1 ഈക്വൽ ടു 45.5, A2 ഈക്വൽ ടു 45.1, A3 46, A4 45.8 എന്ന് എഴുതാം. എന്നിട്ട് നമുക്ക് അടുത്തത് എ മീനാണ് കണ്ടുപിടിക്കേണ്ടത്. എ മീൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഈ കിട്ടിയിട്ടുള്ള ഇത്രയും വാല്യൂസിനെ, നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഇത്രയും വാല്യൂസിനെ കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഹരിക്കുക. എത്ര എണ്ണം ഉണ്ട്, ഒരു 4 എണ്ണം ഉണ്ട്. സോ ഈ 4 വാല്യൂസ് കൂട്ടിയിട്ട് 4 കൊണ്ട് ഹരിക്കുക. അപ്പോൾ നമുക്ക് 45.6 എന്ന ആൻസർ വരും. അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ 45.6നെ ഈ ഓരോ വാല്യൂന്നും കുറയ്ക്കുക. അതായത് കണ്ടോ, ഈ സ്റ്റെപ്പ് കണ്ടോ, 45.5 മൈനസ് 45.6. അടുത്തത് 45.1 മൈനസ് 45.6. അടുത്ത നമ്മൾ എന്താ ചെയ്യുക, 46 മൈനസ് 46 മൈനസ് 45.6. അടുത്തതോ 45.8 മൈനസ് 45.6. അങ്ങനെ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എല്ലാ നമ്പേഴ്സിനും ഈ 45.6 കുറച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് നമുക്ക് കിട്ടുന്ന ഈ പുതിയ വാല്യൂസ് ഇല്ലേ, ഈ പുതിയ വാല്യൂസിൻ്റെ മീൻ കാണുക. അതാണ് അടുത്ത സ്റ്റെപ്പ്. അതായത് ഈ പുതിയ വാല്യൂസ് എല്ലാം കൂട്ടിയിട്ട് ആകെ എത്ര വാല്യൂ ഉണ്ട്, 1, 2, 3, 4 വാല്യൂസ് ഉണ്ട്. സോ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻസർ എത്ര വരും, 0.3 എന്ന് വരും. ഇത്രയും നമ്മൾ ചെയ്താൽ നമ്മൾ അബ്സല്യൂട്ട് എറർ വരെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് റിലേറ്റീവ് എററാണ്. റിലേറ്റീവ് എറർ കാണാൻ നമ്മൾ എന്ത് ചെയ്യാം, ഇപ്പോൾ ഇവിടെ നമുക്കൊരു മീൻ വാല്യൂ കിട്ടിയില്ലേ 0.3ന്ന്, ഇവിടെ നമുക്കൊരു മീൻ വാല്യൂ കിട്ടി 45.6 എന്ന്. ഈ 0.3നെ 45.6 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. കണ്ടോ, 0.3 ഡിവൈഡഡ് ബൈ 45.6. അതായത് നമുക്ക് കിട്ടിയ 2 മീൻ വാല്യൂസിനെ പരസ്പരം ഡിവൈഡ് ചെയ്യാം. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് റിലേറ്റീവ് എറർ. ഇവിടെ റിലേറ്റീവ് എറർ വന്നിട്ട് 0.006 ആണ്. ഈ കിട്ടിയ റിലേറ്റീവ് എററിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, പെർസെൻറ്റേജ് എറർ കിട്ടും. സോ 0.006 ഇൻറ്റു 100, 0.6% ആണ് ഇവിടെ വരുന്ന പെർസെൻറ്റേജ് എറർ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ എഴുതണം. അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കുക, റിലേറ്റീവ് എറർ കണ്ടുപിടിക്കുക, പെർസെൻറ്റേജ് എറർ കണ്ടുപിടിക്കുക. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം.
എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾ ഓഫ് റോക്കറ്റ് പ്രൊപ്പൽഷൻ ആൻഡ് റീകോയിൽ ഓഫ് ഗൺ. റോക്കറ്റ് പ്രൊപ്പൽഷൻ എന്താണെന്ന് എഴുതണം, റീകോയിൽ ഓഫ് ഗൺ എന്താണെന്ന് എഴുതണം. റോക്കറ്റ് പ്രൊപ്പൽഷൻ നമ്മൾ എന്താ നോട്ടിൽ എഴുതിയിട്ടുണ്ട്, രണ്ടിൻ്റെയും നോട്ടിലുള്ളതാണ്. കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം പ്രകാരമാണ് ഈ രണ്ട് കോൺസെപ്റ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇവിടെ റോക്കറ്റ് പ്രൊപ്പൽഷനിൽ വരുന്നത്, ഇപ്പോൾ നമ്മളൊരു റോക്കറ്റ് എടുക്കുക, ആ റോക്കറ്റിന് ഒരു നോസിൽ ഉണ്ടായിരിക്കില്ല. ഈ നോസിലിൻ്റെ പുറത്തേക്ക് വരുന്ന ഹോട്ട് ഗ്യാസ്, ചൂടുള്ള ഗ്യാസാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യണത്, അവിടെ ഒരു ആക്ഷൻ ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യണത്. നമുക്കറിയാം ന്യൂട്ടൻ്റെ തേർഡ് ലോ പ്രകാരം ഒരു ആക്ഷൻ ഉണ്ടെങ്കിൽ അവിടെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് റിയാക്ഷൻ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഈ നോസിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഹോട്ട് ഗ്യാസ് അവിടെ ഒരു ആക്ഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ റോക്കറ്റ് മുകളിലേക്ക് പൊന്തുക എന്നുള്ളത്, അല്ലെങ്കിൽ മുകളിലേക്ക് പോവുക എന്നുള്ളതാണ് എന്ത് അവിടെ ഉണ്ടാകുന്ന റിയാക്ഷൻ. ഒരു റോക്കറ്റിൻ്റെ കേസിൽ നോസിൽ വഴി കടന്നു വരുന്ന ഹോട്ട് ഗ്യാസ് ആണ് ആക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ റിസൾട്ടായിട്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നടക്കുന്ന റിയാക്ഷൻ ആ റോക്കറ്റ് മുകളിലേക്ക് കുതിച്ചു വരിക എന്നുള്ളതാണ് കേട്ടോ. ഇനി ഈ റോക്കറ്റ് മൂവ് ചെയ്യുന്നതിൻ്റെ മുന്നേ അവിടെ എന്താണ്, റോക്കറ്റ് റെസ്റ്റിലാണല്ലേ. റോക്കറ്റ് റെസ്റ്റിലാവുമ്പോൾ അവിടെ എന്താണ്, മൊമെൻറ്റം 0 ആണ്. എപ്പോഴാണോ ഈ റോക്കറ്റ് മൂവ് ചെയ്യാൻ തുടങ്ങുന്നത്, അപ്പോൾ ആ റോക്കറ്റ് മൂവ് ചെയ്യുന്നത് ഹൈ വെലോസിറ്റിയിലായിരിക്കും. സോ അവിടെ ഹൈ മൊമെൻറ്റവും ഉണ്ടായിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ റോക്കറ്റ് പ്രൊപ്പൽഷൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. എക്സ്പ്ലനേഷൻ നോട്ടിലുള്ളതാണ്, നന്നായിട്ട് വായിക്കാം. അടുത്തത് വരുന്നത് റീകോയിൽ ഓഫ് ഗണ്ണാണ്. റീകോയിൽ ഓഫ് ഗൺ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ബിഫോർ ഫയറിങ്ങിന് മുന്നേ ഗണ്ണും ബുള്ളറ്റും റെസ്റ്റിലാണ്. ആഫ്റ്റർ ഫയറിങ്ങിന് ശേഷം ബുള്ളറ്റ് നല്ല വെലോസിറ്റിയിൽ മുന്നിലേക്ക് ഫോർവേഡായിട്ട് മൂവ് ചെയ്യുമ്പോൾ ഗണ്ണ് ബാക്ക്വേർഡായിട്ടാണ് മൂവ് ചെയ്യുക. ബുള്ളറ്റ് മുന്നിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ, മുന്നിലേക്ക് മൂവ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അതിന് പോസിറ്റീവ് മൊമെൻറ്റവും, ഗണ്ണ് ബാക്കിലേക്ക് ആയതുകൊണ്ട് അതിന് നെഗറ്റീവ് മൊമെൻറ്റും ആയിരിക്കും ഉണ്ടായിരിക്കുക. കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം പ്രകാരം രണ്ട് കേസിലെയും മൊമെൻറ്റം എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. ഇതിനെയാണ് നമ്മൾ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പിന്നെ റീകോയിൽ വെലോസിറ്റി, ഗണ്ണിൻ്റെ റീകോയിൽ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷനും അതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. ഇത്രയും സെക്ഷൻ നന്നായിട്ട് വായിക്കണം. ആ ഒരു ഭാഗം മനസ്സിലാക്കി തന്നെ വായിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ കേൾക്കുക. ഇതാണ് നമ്മുടെ എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾ ഓഫ് റോക്കറ്റ് പ്രൊപ്പൽഷൻ ആൻഡ് റീകോയിൽ ഓഫ് ഗൺ എന്നുള്ള സെക്ഷനിൽ വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അതിൽ വരുന്ന അടുത്ത ക്വസ്റ്റ്യൻ, മേക്ക് എ കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് ലീനിയർ ആൻഡ് അനലോഗസ് ആംഗുലാർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് യു സ്റ്റഡീഡ്. നമ്മൾ പഠിച്ചിട്ടുള്ള ലീനിയർ ക്വാണ്ടിറ്റീസും ആംഗുലാർ ക്വാണ്ടിറ്റീസും വെച്ചിട്ടുള്ളൊരു കമ്പാരിറ്റീവ് സ്റ്റഡിയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ലീനിയർ വെലോസിറ്റി എന്താണെന്ന് എഴുതാം, ലീനിയർ ആക്സിലറേഷൻ എന്താണെന്ന് എഴുതാം, അതുപോലെ തന്നെ ആംഗുലാർ വെലോസിറ്റി എന്താണെന്ന് എഴുതാം, ആംഗുലാർ ആക്സിലറേഷൻ എന്താണെന്ന് എഴുതാം. മൊമെൻറ്റത്തിൻ്റെ കേസിൽ രണ്ട് ലീനിയർ മൊമെൻറ്റം, ആംഗുലാർ മൊമെൻറ്റം, അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുള്ള ലീനിയർ ആൻഡ് ആംഗുലാർ ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള ഒരു കമ്പാരിസൺ, അതാണ് അവിടെ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. deduce the relation between linear and angular acceleration. ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓൾറെഡി നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു ഡെറിവേഷൻ സെക്ഷനാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. ആംഗുലാർ വെലോസിറ്റിയും ലീനിയർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ, രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നന്നായിട്ട് വായിക്കണം ആ ഒരു സെക്ഷൻ. അതിൽ വന്ന അടുത്ത ക്വസ്റ്റ്യൻ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ടേം മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ, സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ തിയറംസ് ഓഫ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്നുള്ളതാണ്. ആദ്യം നമ്മൾ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്താണെന്നുള്ളത് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തത് ഈ ഒരു സെക്ഷനാണ്. മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്താണെന്നുള്ളത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മളോട് പറഞ്ഞുള്ളത് പാരലൽ ആക്സിസ് തിയറം, രണ്ട് തിയറംസ് എഴുതാനാണ്. പാരലൽ ആക്സിസ് തിയറും പെർപെൻഡിക്കുലർ ആക്സിസ് തിയറും എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. തിയറം ചോദിച്ചാൽ അതിൻ്റെ ഫിഗറും ഈ ഇക്വേഷൻസും മറക്കാതെ എഴുതണം കേട്ടോ. തിയറം ചോദിച്ചാൽ ആ ഫിഗറും വരയ്ക്കണം, അതിൻ്റെ ഇക്വേഷൻസും എഴുതണം. നമുക്ക് തിയറത്തിലേക്ക് പോവുകയാണെങ്കിൽ പാരലൽ ആക്സിസ് തിയറത്തിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും ആക്സിസ് ഓഫ് റൊട്ടേഷനിലൂടെ പോകുന്ന രണ്ട് ലൈൻസ് പാരലായിട്ടാണ് കടന്നു പോകുന്നതെങ്കിൽ ടോട്ടൽ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് രണ്ടിൻ്റെ സം ആയിരിക്കും എന്നുള്ളതാണ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. നമ്മൾ ആദ്യം ഒരു ലൈന് കൺസിഡർ ചെയ്യാം. വീണ്ടും ഇത് രണ്ടും ജോയിൻ ചെയ്യുന്നതെന്ന് വന്ന മൂന്നാമത്തെ ലൈനിൻ്റെ അല്ലെങ്കിൽ മൂന്നാമത്തെ സെക്ഷൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ആദ്യത്തെ രണ്ടെണ്ണത്തിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയുടെ സം ആയിരിക്കും. സോ IZ ആണ് മൂന്നാമത് വന്നത്. സോ IZ = IX + IY ആയിരിക്കും. ഇതാണ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. തിയറങ്ങൾ കാണാതെ തന്നെ പഠിക്കണം. പെർപെൻഡിക്കുലർ ആക്സിസ് തിയറും പാരലൽ ആക്സിസ് തിയറും പ്ലസ് അതിൻ്റെ ഫിഗറും ഇക്വേഷനും ഇമ്പോർട്ടൻ്റ് ആണ്, വായിക്കണം.
പാരലൽ ആക്സിസ് തിയറത്തിലാണെങ്കിൽ എ എന്ന് പറയുന്നത് ഈ രണ്ട് ലൈനുകൾ തമ്മിലുള്ള ഈ രണ്ട് പാരലൽ ലൈൻസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എ എന്ന് പറയുന്നത്. സോ ആ ഒരു ഭാഗത്തെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് ma² എന്ന് വരും. ഇനി എന്താണ് എം? ഈ ഒരു കല്ല്, നമ്മൾ കല്ലോ എന്താ എടുക്കുന്നത്, ഒബ്ജക്റ്റ്, ആ ഒബ്ജക്റ്റിൻ്റെ മാസ്സാണ് എം. എ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. സോ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് IG, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെ ഇതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെയും പിന്നെ ഇവിടുന്ന് കിട്ടുന്ന ഈ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെയും സമ്മായിരിക്കും. അതാണ് നമ്മളവിടെ എഴുതേണ്ടത് കേട്ടോ. ഇനി പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IZ is equal to ഈ IX എന്നുള്ള ലൈനിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെയും X എന്നുള്ള ലൈനിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അഥവാ IX, അതുപോലെ തന്നെ Y എന്നുള്ള ലൈനിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അഥവാ IY. അപ്പോൾ IZ കണ്ടുപിടിക്കാൻ IXും IYയും നമ്മൾ കൂട്ടിയാൽ മതി. അതിൻ്റെ രണ്ടിൻ്റെയും സമ്മാണ് IZ എന്ന് പറയുന്നത്. ഇതാണ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം വരുന്നത് കേട്ടോ. ഇനി അതിൽ വരുന്ന അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എറേഴ്സ് ഇൻ മെഷർമെൻറ്റ്? ഡിസ്കസ് അബൌട്ട് ദ പോസിബിൾ എറേഴ്സ് ഇൻ മെഷർമെൻറ്റ്. എന്താണ് എറർ? ഒരു എക്സ്പെരിമെൻറ്റ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ട വാല്യൂവും നമുക്ക് കിട്ടിയ വാല്യൂവും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? എറർ എന്ന് പറയുക അല്ലേ. നമ്മളൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്ക് 4.5 ആൻസർ വരണം, പക്ഷെ നമുക്ക് കിട്ടിയത് 5 ആണ്. അപ്പോൾ ആ ഒരു 0.5ൻ്റെ ഡിഫറൻസ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? എറർ എന്ന് പറയുക. ഈ എറേഴ്സിനെ നമ്മൾ അതിൻ്റെ ബി പാർട്ടായിട്ട് ചോദിച്ചിട്ടുള്ളത് പോസിബിൾ എറേഴ്സ് ഇൻ മെഷർമെൻ്റ് ആണ്. ഏതൊക്കെ ടൈപ്പ് എറേഴ്സ്, നമ്മളൊരു ക്വാണ്ടിറ്റീനെ മെഷർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ ടൈപ്പ് എറേഴ്സ് വരാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ബി ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്. ഏതൊക്കെ ടൈപ്പ് എറേഴ്സ് വരാം? സിസ്റ്റമാറ്റിക് എറേഴ്സ് വരാം, റാൻഡം എറേഴ്സ് വരാം. സിസ്റ്റമാറ്റിക് എറേഴ്സ് തന്നെ 3 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഒബ്സർവേഷണൽ എറേഴ്സ്, അതുപോലെ ഇൻസ്ട്രുമെൻ്റൽ എറേഴ്സ്, എൻവയോൺമെൻറ്റൽ എറേഴ്സ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ടോപ്പിക് തന്നെയാണ്, വീണ്ടും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണത്. അതിൽ ഒബ്സർവേഷണൽ എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതിൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് ഉണ്ടാവുന്നത്. എൻവയോൺമെൻറ്റൽ എറർ എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് സിറ്റുവേഷൻസിൻ്റെ കാരണം കൊണ്ട് ഉണ്ടാവുന്ന എറർ. പിന്നെ വരുന്നത് ഇൻസ്ട്രുമെൻ്റൽ എററാണ്, നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഡിഫക്റ്റ് കൊണ്ട് ഉണ്ടാവുന്ന എററാണ് എന്ത്? ഇൻസ്ട്രുമെൻ്റൽ എറർ. ഇത്രയും സെക്ഷനാണ് ആ ഒരു ഭാഗത്ത് നമ്മൾ എഴുതേണ്ടത് കേട്ടോ. ഇവിടെയും പ്രോബ്ലംസ് അല്ല ചോദിച്ചിട്ടുള്ളത്, തിയറി പാർട്ടാണ്. സോ അതിൻ്റെ തിയറി ഏരിയാസാണ് നമ്മളിവിടെയും എഴുതേണ്ടി വരും. അതിൽ വന്നിട്ടുള്ള അടുത്ത ക്വസ്റ്റ്യൻ, determine the angular acceleration of a wheel that starts from rest and attains a speed of 300 rotations per minute in 16 seconds. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ആംഗുലാർ ആക്സിലറേഷൻ, ഒരു വീലിൻ്റെ ആംഗുലാർ ആക്സിലറേഷൻ ആണ്. അത് സ്റ്റാർട്ട് ചെയ്യണത് റെസ്റ്റ് എന്നാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് അറ്റൈൻസ് സ്പീഡ് ഓഫ് 300 റൊട്ടേഷൻസ് പെർ മിനിറ്റ് ഇൻ 16 സെക്കൻഡ് ആണ്. ഇത് റെസ്റ്റിലാണ് സ്റ്റാർട്ട് ചെയ്തതെന്നുള്ളത് ഈ ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ ഈ ഒരു സെക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് എന്നുള്ള ആ ഒരു കണ്ടീഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വെച്ചിട്ട് വേണം നമ്മൾ ഈ പ്രോബ്ലം ബാക്കി ചെയ്യാനായിട്ട്. നമുക്കതിൻ്റെ ആൻസർ എന്താണെന്ന് നോക്കാം. കണ്ടോ, ഇനീഷ്യൽ ആംഗുലാർ വെലോസിറ്റി, സ്റ്റാർട്ട് ചെയ്യുന്ന ആംഗുലാർ വെലോസിറ്റി റെസ്റ്റിൽ നിന്നാണെന്നുള്ളതുകൊണ്ട് തന്നെ ഇനീഷ്യൽ ആംഗുലാർ വെലോസിറ്റി എത്രയായിരിക്കും? 0 ആയിരിക്കും. ഇനി അവരടുത്ത് തന്നിട്ടുള്ളത് 300 റൊട്ടേഷൻസ് പെർ മിനിറ്റ് ആണ്. 300 റൊട്ടേഷൻസ് പെർ മിനിറ്റ് ആണ്. ഒരു മിനിറ്റിൽ 300 റൊട്ടേഷൻസ് ആണ്. ഒരു മിനിറ്റിൽ 300 റൊട്ടേഷൻസ് ആണ് ആ ചക്രത്തിന് സംഭവിക്കുന്നത്. ഒരു മിനിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര സെക്കൻഡാണ്? ഒരു മിനിറ്റിൽ 300 റൊട്ടേഷൻസ് ആണ്. ഒരു മിനിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 16 സെക്കൻഡ് അല്ലേ. അപ്പോൾ 60 സെക്കൻഡിൽ 300 റൊട്ടേഷൻസ്. 60 സെക്കൻഡിൽ 300 റൊട്ടേഷൻസ് ആണെങ്കിൽ അവിടെ നമ്മുടെ ടൈം പീരീഡ് നമുക്ക് എത്ര കിട്ടും? 0.2 സെക്കൻഡ് എന്ന് കിട്ടും. ടൈം പീരീഡ് എത്ര കിട്ടും? 0.2 സെക്കൻഡ് എന്ന് കിട്ടും. ആദ്യം നമ്മൾ എഴുതിയത് ഈ ഒരു റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളത് കൊണ്ട് തന്നെ ഇനീഷ്യൽ വെലോസിറ്റി നമ്മൾ 0 കൊടുത്തു. പിന്നെ 300 റൊട്ടേഷൻസ് പെർ മിനിറ്റ് ആണ്. ഒരു മിനിറ്റിൽ 300 റൊട്ടേഷൻസ് ആണ്. ആയതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടത് ടൈം പീരീഡ് കണ്ടുപിടിക്കാനായിട്ട് ഒരു മിനിറ്റിൽ 300 റൊട്ടേഷൻ അഥവാ 60 സെക്കൻഡിൽ 300 റൊട്ടേഷൻസ് ആണ്. അപ്പോൾ ടൈം പീരീഡ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ടൈം പീരീഡ് നമുക്ക് 0.2 സെക്കൻഡ് എന്ന് കിട്ടും. ഇനി നമുക്ക് വേണ്ടത് ആംഗുലാർ വെലോസിറ്റി ആണ് അല്ലേ, ω2 വേണം. ആദ്യം നമ്മളോട് കണ്ടുപിടിക്കാൻ വേണ്ടത് ആംഗുലാർ ആക്സിലറേഷൻ ആണ്. ആംഗുലാർ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ എന്താ? ആൽഫ = ω2 - ω1 ഡിവൈഡഡ് ബൈ ടി ആണ്. ഇതാണ് ആംഗുലാർ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ. ω1 നമുക്കറിയാം 0 ആണ്. റെസ്റ്റ് എന്നായതുകൊണ്ട് തന്നെ ω1 0 ആണ്. നമ്മളിത് അവിടെ എഴുതുകയും ചെയ്തു. ടൈം നമുക്കറിയാം 60 സെക്കൻഡ് ആണ്. 60 സെക്കൻഡ് ആണ് ടൈമിൻ്റെ കേസ്. നമുക്കറിയാം 60 സെക്കൻഡ് ആണ്. ഇനി നമുക്ക് വേണ്ടത് ω2 കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ആൽഫ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് കണ്ടുപിടിക്കണം? ω2 കണ്ടുപിടിക്കണം.
ω2 കണ്ടുപിടിക്കാൻ, ആംഗുലാർ വെലോസിറ്റി കണ്ടുപിടിക്കാൻ നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താ ഇക്വേഷൻ? ω ആ സെക്കൻഡ് ഹാൻഡ് ഓഫ് എ വാച്ച് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോബ്ലത്തിൽ 2π/t എന്ന് കിട്ടും. ω 2π/t എന്ന് കിട്ടും. ഇവിടെ ω2 × പൈൻ്റെ വാല്യൂ കൊടുക്കുക 3.14 ഡിവൈഡഡ് ബൈ ടീൻ്റെ സ്ഥാനത്ത് നമുക്കിപ്പോൾ ഇവിടെ ടൈം പീരീഡ് 0.2 സെക്കൻഡ് കിട്ടിയില്ലേ, ആ ടൈം പീരീഡ് കൊടുക്കുക 0.2 എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് വരും? 2 × 3.14 ഡിവൈഡഡ് ബൈ 2 × 3.14 ഡിവൈഡഡ് ബൈ 0.2 എന്ന് വരും. അതിൻ്റെ ആൻസർ 31.4 rad/second എന്ന് വരും. 31.4 rad/second എന്ന് വരും. ഇങ്ങനെ നമുക്ക് ω2 കിട്ടി. ഇനി ആൽഫ ഡയറക്റ്റായിട്ട് കണ്ടുപിടിക്കാം. ആൽഫ = ω2 - ω1 ഡിവൈഡഡ് ബൈ ടി ആണ്. ω2 - ω1 ഡിവൈഡഡ് ബൈ ടി. ω2 ഇപ്പം നമുക്ക് കിട്ടി 31.4 ആണ്. ω1 നമുക്കറിയാം റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ 0 ആണ്. ഡിവൈഡഡ് ബൈ ടൈം നമുക്കറിയാം എത്ര സെക്കൻഡാണ് ഇവിടെ തന്നിട്ടുള്ളത്? 60 സെക്കൻഡാണ്. സോ 60 കൊടുക്കുക. അങ്ങനെ ആൻസർ നമുക്ക് എത്ര കിട്ടും? ആൽഫ 0.523 rad/second² ആണ്. ആക്സിലറേഷൻ്റെ ഇക്വേഷൻ നമുക്കറിയാം m/s² ആണ് അല്ലേ. ഇവിടെ ആംഗുലാർ ആക്സിലറേഷനിലേക്ക് വരുമ്പോൾ rad/second² എന്ന് വരും. rad/second² എന്ന് വരും. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമ്മൾ 2 ക്വസ്റ്റ്യൻ പേപ്പറിലെയും 1ഉം 2ഉം മൊഡ്യൂളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാ ക്വസ്റ്റ്യനും വിത്ത് ആൻസേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇമ്പോർട്ടൻറ്റ് സെക്ഷനായിട്ട് ഇപ്പോൾ റിപ്പീറ്റായിട്ട് വന്നിട്ടുള്ള നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിലെ ആംഗുലാർ ആക്സിലറേഷൻ, ലീനിയർ ആക്സിലറേഷൻ തമ്മിലുള്ള റിലേഷൻസ് ആണ്. പിന്നെ നമ്മുടെ എറേഴ്സിൻ്റെ തിയറിയും എറേഴ്സിൻ്റെ പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് ആണ്. റോക്കറ്റ് പ്രൊപ്പൽഷൻ, റീകോയിൽ ഓഫ് ഗണ്ണ്, ബാങ്കിങ് ഓഫ് റോഡ്സ്, പിന്നെ പാരലൽ ആക്സിസ് തിയറം, പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം, റെസൊല്യൂഷൻ, ഈ സെക്ഷൻസൊക്കെ നന്നായിട്ട് വായിക്കുക. റെസൊല്യൂഷനൊക്കെ പഠിക്കുന്ന സമയത്ത് ഫിഗർ വരച്ച് തന്നെ പഠിക്കുക. ആ ഫിഗർ വരച്ച് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ അതിൻ്റെ ഇക്വേഷനും പിന്നെന്താ യൂണിറ്റും പിന്നെ ആ സ്റ്റെപ്പ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന പോർഷനൊക്കെ വൃത്തിക്ക് തന്നെ എഴുതുക. യൂണിറ്റ് എഴുതിയിട്ടില്ലേ എന്നൊക്കെ ഉറപ്പ് വരുത്തുക. ഇതാണ് ഈ 2 മൊഡ്യൂളിൽ 2 ക്വസ്റ്റ്യൻ പേപ്പറിലായിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്.